ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. സാഹസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ബിപിൻ കൃഷ്ണ എന്ന് പറഞ്ഞ ആൾ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്ന പടമാണ്. 21 ഗ്രാംസ് എന്ന് പറഞ്ഞിട്ട് ആളുടെ ഒരു പടം പുറത്തിറങ്ങിയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പടം തന്നെയായിരുന്നു. അപ്പോൾ ആ പടം ഡയറക്ഷൻ ചെയ്ത ആൾ തന്നെയാണ് ഇതിൽ സണ്ണി വെയിനി, നരൻ, ബാബു ആന്റണി ഇവരൊക്കെയാണ് മെയിൻ കഥാപാത്രങ്ങളായി എത്തുന്നത്. പിന്നെ മാസ് ചതര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു രവിതേജയുടെ. അതിന്റെ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത ടീച്ചർ, ആളുടെ സ്ഥിരം പരിപാടി പോലെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ ബൂമറാങ് എന്ന് പറഞ്ഞ ഇടത്തിലത്തെ നർച്ച ചെമ്മുടുവിന്റെ പേര് വീരഭദ്ര എന്നുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കി. പിന്നെ 2K ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ ഇടത്തിലത്തെ തേർഡ് സിംഗിൾ വെത്താല കഥ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഇന്ന് 5 മണിക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞാൽ കന്നഡയിൽ റിലീസ് ആവുന്നത് ജനുവരി 31 എന്ന് വെച്ചാൽ മറ്റന്നാൾ. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു. പിന്നെ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ ഇടത്തിലത്തെ റാസ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടും ജനുവരി 31 പുറത്തിറങ്ങുന്ന അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ JR34 ജയരയുടെ 34ാമത്തെ പടം അവിടത്തെ പേര് മാറ്റിയിട്ടുണ്ട്, RM34 എന്നാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാതലിക്ക് നേരം ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പടത്തിൽ ആളുടെ പേര് ജയരവി എന്നുള്ള മാറ്റിയിട്ട് രവിമോഹൻ എന്നുള്ള ആക്കിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് RM എന്നുള്ളതായിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. ടൈറ്റിൽ കരാത്തെ ബാബു എന്നാണ് കൊടുത്തിട്ടുള്ളത്. ടൈറ്റിൽ ടീച്ചർ വലിയൊരു ഇതായിട്ടൊന്നും തോന്നിയില്ല, ജസ്റ്റ് ഒരു വീഡിയോ അത്രേ ഉള്ളൂ. പിന്നെ മിറാജ് എന്ന് പറഞ്ഞിട്ടുള്ള ജീത്ത് ജോസഫ് ആസുബലിനെ ചെറുക്കുന്ന പടത്തിന്റെ ഭാഗത്ത് നിന്ന് ലൊക്കേഷൻ സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ തരുണം എന്ന് പറഞ്ഞ പടത്തിന്റെ റിലീസ് ജനുവരി 31 അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഡ്രാഗൺ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഏണ്ടി വിട്ടു പോകണമെന്ന് പറഞ്ഞിട്ടുള്ള STR പാടിയിട്ടുള്ള പാട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത പാട്ടായിരുന്നു തോന്നിയത്. പിന്നെ സീതാ പൈനെന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷൻ കിങ് അർജുൻ എടുക്കുന്ന പടം ആ പടത്തിന്റെ കുറച്ച് ലൊക്കേഷൻ സ്റ്റിൽസ് അല്ലെങ്കിൽ കുറച്ച് സ്റ്റിൽസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം എന്തായാലും. പിന്നെ വൺസ്മോർ എന്ന് പറഞ്ഞ പടത്തിലത്തെ വാ കണ്ണമ്മ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് 5 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ദേവ എന്ന് പറഞ്ഞ പടത്തിന്റെ ജർമ്മനിയിലത്തെ തിയേറ്റർ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതേമാതിരി ഫ്രാൻസിലത്തെ കിട്ടിയിട്ടുണ്ട്. രണ്ടും സ്ക്രീനിൽ കാണിക്കാം. പിന്നെ അസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ശ്യാമ അഭിനയിക്കുന്ന പടത്തിന്റെ ട്രെയിലർ വരാൻ പോവാണ് 31 എന്ന് വെച്ചാൽ മറ്റന്നാൾ 6/4 അത് ലോഞ്ച് ചെയ്യാൻ ശരത്കുമാർ എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ നസിപ്പയ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ചാകോപം മെയിൻ കഥാപാത്രം എത്തുന്ന പടം ഫെബ്രുവരി 20 എന്നുള്ളത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി കൺഫേം ചെയ്തുകൊണ്ട് പുതിയ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ കുടുംബസ്ഥൻ എന്ന് പറഞ്ഞ പടത്തിന്റെ സ്നീക്ക് വീക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ റഹ്മാൻ മ്യൂസിക് ചെയ്തിട്ട് രഞ്ജാന എന്ന് പറഞ്ഞിട്ടുള്ള പടം അടുത്ത ഡയറക്ടർ അടുത്തായിട്ട് എടുക്കുന്ന പടമാണ് ധനുഷിനെ വെച്ചിട്ടുള്ള തേരെ ഇഷ്കിമേൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം. അവിടത്തിൽ നായികയായിരുന്ന കൃതി സനോനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്ലിംസ് വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. എന്തോ ജസ്റ്റ് പെട്രോൾ വെച്ചിട്ട് സിഗരറ്റ് വെച്ചിട്ട് തീ കത്തിക്കണ രീതിയിലാണ് ഗ്ലിംസ് ഇറക്കിയിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. അതിൽ കൃതി സനോന്റെ പേര് മുക്തി എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പടത്തിന്റെ റിലീസ് നവംബർ 28 2025 തന്നെയാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല, കുഴപ്പമില്ലാത്തൊരു ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്. എന്തായാലും 1 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ ട്രെൻഡിങ്ങിലൊക്കെയാണ് 160K പ്ലസ് ലൈക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. US ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ പ്രീമിയർ അടക്കുന്നത് 6 അതിൻ്റെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓപ്പൺ ആയിട്ടുള്ളതാണ്. പിന്നെ പൊന്മാൻ എന്ന് പറഞ്ഞിട്ട് ബേസിൽ ജോസഫിന്റെ അടുത്ത പടം വരുന്നുണ്ട് ഈ വർഷത്തെ പ്രായം കൂടി ചാപ്പിന് ശേഷം. അത് ജനുവരി 30 അപ്പോൾ അതിന്റെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ വിജയന്റെ 25ാമത്തെ പടത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഇന്നുണ്ടായിരുന്നു. എന്തായാലും നടന്നിട്ടുണ്ട്. തമിഴിൽ അതിന്റെ പേര് കൊടുത്തിട്ടുള്ള ശക്തി തിരുമകൻ എന്നുള്ള രീതിയിലാണ്. തെലുങ്കിൽ പരശക്തി എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും വിജയന്റെ 25ാമത്തെ പടമാണ്. ഗംഭീരം തന്നെ പ്രതീക്ഷിക്കാം. 2025 സമ്മറിന് റിലീസ് ആവുമെന്നുള്ള പറഞ്ഞിട്ടുള്ളത്, എന്നുവെച്ചാൽ ഏപ്രിലെ സമയത്തേക്ക്. പിന്നെ ഒരു ജാതകം എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ശ്രീനിവാസ അഭിനയിക്കുന്ന പടത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു നല്ല ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്. പടം നന്നാവും തന്നെ പ്രതീക്ഷിക്കാം. ഇതിൽ ട്രെയിലർ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കുക. പിന്നെ വെഞ്ചൻസ് എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടിട്ട് സ്ക്രീനിൽ കാണിക്കാം. അപർണതയാണ് പടത്തിൽ അഭിനയിക്കുന്നത്. പിന്നെ ബാറ്റ്ലെ സിനിമ പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയുടെ പ്രൊഡക്ഷൻ നമ്പർ 3 അനൗൺസ്മെന്റ് വരാൻ പോവാണ്. അല്ലെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് വരാൻ പോവാണ് ഈ വെള്ളിയാഴ്ച എന്ന് വെച്ചാൽ ജനുവരി 31 മറ്റന്നാൾ. പിന്നെ ഹരിഹര വീരമല്ലു എന്ന് പറഞ്ഞ പടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങിയിരുന്നു. പാട്ടിന്റെ പേര് മാട്ട വിനാലി എന്നായിരുന്നു. അപ്പോൾ അതിന്റെ ബിഹൈൻഡ് ദ സീൻ ആയിട്ടുള്ള ഒരു വീഡിയോ പുറത്തിറക്കുന്നു പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. കാണേണ്ടവർ കണ്ടോക്കാം, അത്രേ ഉള്ളൂ. പിന്നെ അൻബോർഡ് കമ്പനി എന്ന് പറഞ്ഞ പടത്തിലത്തെ നാണം മെല്ലെ മാറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസും പുറത്തിറങ്ങി. പിന്നെ മാർവൽ സ്റ്റുഡിയോസിന്റെ മാർവൽ അനിമേഷൻ എന്നുള്ള രീതിയിൽ പുറത്തിറക്കുന്ന യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് അതൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഡിസ്നി പ്ലസിലൂടെ. പിന്നെ നെസ്ലിന്റെ ഒരു പടം FRL ഫിലിംസ് പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊഡക്ഷൻ നമ്പർ 7 ആയിട്ട്. എന്തായാലും അതിന്റെ 94 ഷൂട്ടിന് ശേഷം റാപ്പ് ആയിട്ടുണ്ട്. പിന്നെ വിടാമർച്ചി എന്ന് പറഞ്ഞ US ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിന്റെ പ്രീമിയർ അടക്കുന്നത് ഫെബ്രുവരി 6 അതിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഈ പടത്തിന്റെ കേരളത്തിലത്തെ ഫസ്റ്റ് ഷോ 7 മണിക്ക് തുടങ്ങാനാണ് ഇവർ പ്ലാൻ ചെയ്യാന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും കൺഫേം ആയിട്ടൊന്നുമില്ല, മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഗുഡ് ബൈ ഡഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള വിടാമർച്ചിക്ക് ശേഷം ഇറങ്ങാൻ പോകുന്ന പടം അജിത് കുമാറിന്റെ. ആ പടത്തിൽ ഷൈൻ ടോം ചാക്കോ ഉണ്ടെന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഈ ഹൈദരാബാദിൽ ഈ പടത്തിന്റെ ഷൂട്ടിങ്ങിലായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ SSMP 29 സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബുവിന്റെ SS രാജമൗലി എടുക്കുന്ന പടം. ആ പടത്തിൽ പൃഥ്വിരാജ് ഉണ്ടാവും എന്നുള്ള റൂമേഴ്സൊക്കെ കേട്ടായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഇതിനായിട്ട് 100 ദിവസത്തെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. മാർച്ചിലൊക്കെ ആയിട്ട് ആൾ ജോയിൻ ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം. പിന്നെ LT ഒമ്പരം എന്ന് പറഞ്ഞ ടീച്ചർ വരും എന്നുള്ള പറഞ്ഞായിരുന്നു 7/7. ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ ലോഞ്ച് ഇവന്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിൽ മമ്മൂട്ടി ഇരുന്ന് വന്നിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് ആയിട്ട്. എന്തായാലും പടത്തിന്റെ ടീച്ചർ പുറത്തിറങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല വെയിറ്റ് ചെയ്യുന്നൊരു പടമായിരുന്നു LT ഒമ്പരം എന്ന് പറഞ്ഞിട്ടുള്ള പടം. പക്ഷെ ടീച്ചർ കണ്ടപ്പോൾ എനിക്ക് ആ പ്രതീക്ഷ കുറഞ്ഞെന്നുള്ളതാണ് പറയാൻ പറ്റുക. കാരണം എനിക്ക് അത്ര കണ്ട് പറ്റിയിട്ടില്ല, എന്തുകൊണ്ടാണെന്നുള്ള അറിയില്ല. അതിന്റെ കട്ടിങ്ങും കാര്യങ്ങളും അതുകൊണ്ടൊക്കെയാണെന്നുള്ള അറിയില്ല. എന്തായാലും ക്വാളിറ്റി വൈസ് ഗംഭീരമാണ്.
പടം എന്തായാലും ഗംഭീരമാണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് ഇതിന്റെ ടീച്ചർ എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. പിന്നെ പടത്തിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കേരളത്തിൽ പുലർച്ചെ 5 മണിക്ക് തുടങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതും കൺഫേം ആയിട്ടൊന്നുമില്ല. കൺഫേം ആയി കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. കാരണം വലിയ തിയേറ്റേഴ്സിലൊക്കെ ഈ പടം ഓൾറെഡി ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ കളക്ഷൻ തന്നെ ആയിരിക്കും. പിന്നെ ഈ പടത്തിൽ മമ്മൂട്ടി ഉണ്ടാവും എന്നുള്ളതൊക്കെ പറഞ്ഞു കേൾക്കും. ഡെൽറ്റ എമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിൽ അതിനെ കുറിച്ചിട്ട് ഒരു കൺഫർമേഷൻ ഒന്നും കിട്ടിയിരുന്നില്ല. ഈ ഖുറേഷി എന്ന് പറയുന്ന മമ്മൂട്ടി എന്നുള്ള രീതിയിലൊക്കെ ചിലടത്ത് പറയുന്നുണ്ട്. എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും പടത്തിന് 3ാം ഭാഗം ഉണ്ടെന്നുള്ളത് ഓൾറെഡി പൃഥ്വിരാജ് കൺഫേം ചെയ്തതാണ്. 3ാം ഭാഗത്തേക്കുള്ള ലീഡായിട്ട് സെക്കൻഡ് പാർട്ടിൽ ഇടുക അങ്ങനെയൊന്നും അറിയില്ല. എന്തായാലും വന്നിട്ടറിയാം. അല്ലെങ്കിൽ അവർ തന്നെ ഒഫീഷ്യലി കൺഫർമേഷൻ ഉണ്ടെങ്കിൽ അത് തരട്ടെ. പിന്നെ ഈ വർഷം മമ്മൂട്ടിയുടെ പടങ്ങൾക്ക് ഹിറ്റിന് കുറവൊന്നുമില്ല. ഫസ്റ്റ് രേഖാചിത്രം എന്ന് പറഞ്ഞ പടത്തിൽ മമ്മൂട്ടി വന്നു പോയി. ആ പടം ഇപ്പോൾ 50 കോടി കഴിഞ്ഞിട്ടുണ്ട്. ആസിഫലിന്റെ പടമാണ് ശരിക്ക്. കഴിഞ്ഞ പ്രാവശ്യം അബ്രാം മോസ്ലറിൽ വന്ന മാതിരി ഇതിലും ചെറിയ റോളിൽ വന്നെന്നുള്ളൂ. പിന്നെ ഡൊമിനിക് എന്തായാലും ഡിസ്വേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ റിലീസ് ആയിട്ടുണ്ടായിരുന്നു 23-ാം തീയതി. ഈ പടത്തിന് പൊതുവെ കളക്ഷൻ കുറവാണ്, ഹൈപ്പും കുറവാണ്. അങ്ങനത്തെ ഒരു പടമായിട്ടാണ് ഇറങ്ങിയത്. എന്തായാലും അതിനിപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് 14 കോടിയുടെ മുകളിൽ എന്നുവെച്ചാൽ ഏകദേശം 16 കോടിയുടെ അടുത്തൊക്കെ അയക്കുന്നത് 5 ദിവസം കൊണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ പടം ഹിറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് റിലീസിനെത്താനുള്ള ബസൂക്ക എന്ന് പറഞ്ഞതാണ്. ഈ പടം മറ്റേന്റെ പോലെയല്ല, കുറച്ച് ഹൈപ്പുള്ളതാണ്. പക്ഷേ 2 വർഷമായിട്ട് ഇങ്ങനെ നീണ്ടു പോകുന്ന കാരണം എന്താ അവസ്ഥകളെന്ന് അറിയില്ല. ഈ ഫെബ്രുവരി 14-ാം തീയതി റിലീസ് ആവുന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ ചേഞ്ച് ഒന്നുമില്ല. ഇപ്പോഴും ഫെബ്രുവരി 14-ാം തീയതി പുറത്തിറങ്ങുന്ന രീതിയിൽ തന്നെയാണ് കേൾക്കുന്നത്. എന്തായാലും നല്ല ഹൈപ്പോട് കൂടിയിട്ട് പ്രൊമോഷനോട് കൂടിയിട്ട് ഇറങ്ങട്ടെ, പടം ഗംഭീരമാവട്ടെ. പിന്നെ ഇപ്പോൾ മമ്മൂട്ടിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന MMM എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. മമ്മൂട്ടി മോഹൻലാലും മഹേഷ് നാരായണൻ പടം. അവിടത്തേന് ശേഷം അടുത്തത് നിതീഷ് സഹദേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറായി കൊടുക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. ഫൈലിമി എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയറക്ടർ മാസ് പടമായിട്ടാണ് എടുക്കുന്നത് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പിന്നെ തലപതി 69 തലപതി ജിയുടെ 69 ലാസ്റ്റ് പടം എന്നുള്ള രീതിയിൽ കേൾക്കുന്ന പടമാണ്. എന്തായാലും ആ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് ടൈറ്റിൽ അനൗൺസ്മെന്റ് ഒക്കെ ഈ ജനുവരി 26-ാം തീയതി എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. ജനനായകൻ എന്നാണ് പേര് വന്നിട്ടുള്ളത്. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് ജസ്റ്റ് ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്ട്സ് ആയിട്ട്. എന്തായാലും ഈ പോസ്റ്റ് കണ്ടിട്ട് പ്രത്യേകിച്ച് പറയാനുള്ളൊന്നുമില്ല. സാധാരണ ആൾ റിയൽ ലൈഫിൽ ചെയ്യാനുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ബസ്സിൻ്റെ മുകളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കുക അങ്ങനത്തെ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതേമാതിരി അന്ന് തന്നെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ട് ഇതിൻ്റെ ലുക്കൊക്കെ നോർമൽ ലുക്ക് തന്നെയാണ്, പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ലുക്കുമായിട്ടൊന്നും ഇല്ല. സെക്കൻഡ് ലുക്ക് പോസ്റ്ററിൽ ഞാനാണ് ഹിറ്റാന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ആൾ രാഷ്ട്രീയത്തേക്ക് വന്നതിന് ശേഷം ഇവരുടെ വീഡിയോ ഒക്കെ ഇറക്കിയിരുന്നു, അതിലുള്ള രീതിയിൽ പോലെ എനിക്ക് തോന്നിയത്. എന്തായാലും ഇതിൻ്റെ റിലീസ് ഡേറ്റ് ഈ ഒക്ടോബർ 2025 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ പൊങ്കൽ 2026 ആയെന്നുള്ളതൊക്കെ കിട്ടിയിരുന്നു. അതിൻ്റെ കൺഫർമേഷൻ പോസ്റ്ററിൽ തന്നിട്ടില്ല. ഉണ്ടാവുന്നതാണ് പ്രതീക്ഷയെ പക്ഷേ കിട്ടിയിട്ടില്ല. എന്തായാലും ഇതിൻ്റെ ഓവർസീസ് റൈറ്റ്സ് വിറ്റ് പോയിരിക്കുന്നത് 75 കോടിക്കാന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ വലിയ തുക തന്നെയാണ്. തമിഴിലെ ഏറ്റവും വലിയ തുകക്ക് ഓവർസീസിൽ വിറ്റ് പോകുന്ന പടം മാറിയിട്ടുണ്ട് ഇപ്പോൾ ജനനായകൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം. പിന്നെ SK25 വെച്ചാൽ സുധാകര സൂര്യന് ദുൽഖറിനെ വെച്ച് എടുക്കായിരുന്ന പടം. പിന്നെ രവിമോഹനും ശിവകാർത്തികനും ശ്രീലലിന് അഥർവനൊക്കെ വെച്ചിട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ പടത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 മണിക്ക്. അപ്പോൾ വന്നിട്ടുണ്ട്. പരശക്തി എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഒരു ടൈറ്റിൽ ടീച്ചറും പുറത്തിറങ്ങിയിട്ടുണ്ട്. ടൈറ്റിൽ ടീച്ചർ എന്ന് പറയാനില്ല, ഒരു ടീച്ചർ തന്നെ പറയാം. ഏകദേശം നല്ല ക്വാളിറ്റി ഉള്ള സംഭവമായിട്ട് തന്നെയാണ് തോന്നിയത്. ഇഷ്ടപ്പെട്ടു. എന്തായാലും ഒരു പഴയ കാലത്തെ കഥയാണ്. പിന്നെ ഇതിന്റെ 2 പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ട്. 2 ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആ ടൈറ്റിൽ ടീച്ചർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.